ക്രൈസ്തവ മലയാളികളെ സംബന്ധിച്ച് ഒരു ഗാനത്തിന്റെ ഈണത്തേക്കാൾ അതിന്റെ വരികളെ ഇഷ്ടപ്പെടുന്നവരാണ് ഭൂരിഭാഗവും. സ്വന്തം അനുഭവത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റിയ വരികളാണെങ്കിൽ ഇരു കൈ നീട്ടി സ്വീകരിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കാറുണ്ട്. മാനസികമായ പല അവസ്ഥയും നിമിഷങ്ങൾ കൊണ്ട് സന്തോഷത്തിലേക്കും ദൈവിക പ്രത്യാശയിലേക്കും നയിക്കാൻ ചില വരികൾക്ക് സാധിക്കും. അത്തരത്തിൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനത്തിന്റെ പശ്ചാത്തലത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. മിക്ക പാട്ടുപുസ്തകത്തിലെ ആദ്യത്തെ പാട്ട്, പാട്ടിന്റെ ആദ്യത്തെ വാക്കുപോലെ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം. ഇതിന്റെ ഓരോ വരികളും നമുക്കേറെ ഹൃദ്യസ്ഥമാണ്. പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഗാനം. അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ പെരുമതിയേ MEC എന്ന ചുരുക്കപ്പേരിൽ ME ചെറിയാൻ എന്ന അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകനാണ് ഈ ഗാനം നമുക്ക് സമ്മാനിച്ചത്. അടുപ്പമുള്ളവർ അദ്ദേഹത്തെ ചെറിയാൻ സാർ എന്നും വിളിക്കാറുണ്ട്. 1917 കുറിയന്നൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം ഒരു ബ്രദറൻ സഭാംഗമായിരുന്നു. അദ്ദേഹത്തിന് 15-ാം വയസ്സിൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായി. മുഴുവൻ സമയം സുവിശേഷ വേല ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ജോലി റിസൈൻ ചെയ്തു. 1943 തനിയെ മധുരയിലെത്തിയ അദ്ദേഹം തന്റെ 37-ാം വയസ്സിൽ മധുര ബൈബിൾ കോളേജ് ആരംഭിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ കൂട്ടി. കുറിയന്നൂർ ഗ്രാമത്തിലെ വീടും കുമ്പനാട്ട ഉദ്യോഗവും വിട്ട് മധുരയിൽ സ്ഥിരതാമസമാക്കിയ അദ്ദേഹത്തിന് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിന്റെ വേദന ആരംഭിച്ചു. സഹായത്തിന് ആരുമില്ലാതെ നിൽക്കുന്ന സമയം, രാത്രിയിലാണ് സംഭവം. ക്യാഷ് കൊടുത്താൽ നോക്കുന്ന ഒരുപാട് ആശുപത്രികൾ അടുത്തുണ്ട് എങ്കിൽ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചു. അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ ദൂരെയാണ് ഗവൺമെന്റ് ആശുപത്രി. അദ്ദേഹം അടുത്തുള്ള കവലയിൽ ചെന്ന് ഒരു കുതിരവണ്ടിക്കാരനോട്, അയ്യാ, എന്റെ ഭാര്യയ്ക്ക് പ്രസവവേദനയാണ്, എന്നെ സഹായിക്കണം, എന്റെ കയ്യിൽ പണമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മുസ്ലിം ആയിരുന്ന അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു, എന്നാ അയ്യ, ഞാനും ഒരു മനുഷ്യനാണ്, അമ്മയെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് തമിഴിൽ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു ആശുപത്രിയിലെത്തി. എന്നാൽ മെറ്റേണിറ്റി വാർഡ് ആയതുകൊണ്ട് പുരുഷന്മാർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും മനസ്സില്ലാ മനസ്സോടുകൂടി അദ്ദേഹം തിരികെ ഭവനത്തിൽ വന്നു. അന്ന് രാത്രി ഒരു ചിന്ത അദ്ദേഹത്തെ വല്ലാതെ ഭരിച്ചു. ആദ്യത്തെ പ്രസവമാണ്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. പിറ്റേ ദിവസം ആശുപത്രി ചെല്ലുമ്പോൾ അമ്മയും കുഞ്ഞിനെയും ജീവനോടെ കാണാൻ സാധിക്കുമോ, അതോ മൃതശരീരമാകുമോ കാണേണ്ടി വരുന്നത് എന്നുള്ള ചിന്ത അദ്ദേഹത്തെ വല്ലാതെ ഭരിച്ചു. എങ്കിലും അദ്ദേഹത്തിന് മറ്റൊരു ചിന്ത കടന്നു വന്നു. കർത്താവ്, നീ അവളെ എടുക്കുകയാണെങ്കിൽ തിരുകരങ്ങൾ തരുന്ന നല്ല ശിക്ഷയെ ഞാൻ പതറുകയില്ല, അതും നിന്റെ സ്നേഹത്തിന്റെ കരങ്ങൾ തരുന്ന ശാസനയായി ഞാൻ കൈക്കൊണ്ടോളാം എന്ന് അദ്ദേഹം എഴുതി ചേർത്തു. പാരിടമാകുന്ന ഈ പാഴ്മണലിൽ നീ തരുന്ന കുറച്ചുനാൾ കൂടി ജീവിച്ച് മരണദിനം വരുമളവിൽ നിന്റെ മാർവിൽ ഞാൻ മറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞ് ഭാരത്തോടും മനോവിഷമത്തോടും കൂടി എഴുതിയ പാട്ടാണ് ക്രൈസ്തവർ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റുപാടി ആരാധിക്കുന്ന അനുഗ്രഹത്തിന് അധിപതിയെ എന്ന് തുടങ്ങുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനം. ആനന്ദ കൃപ പെരുമതിയേ